കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുവെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഈ പ്രതിസന്ധിയുടെ നടുവിലും രോഗവ്യാപനത്തിൻ്റെ സാഹചര്യത്തിലും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അത്ഭുതകരമായി പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സാഹചര്യത്തിൽ കഷ്ടമനുഭവിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളെ വിശേഷാൽ നമ്മൾ ഓർക്കണം. രോഗബാധിതരല്ലെങ്കിൽ പോലും പല നിലകളിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മുടെ പ്രിയ സമൂഹം കടന്നു പോകുന്നത് നമുക്കറിയാം. സ്വയമായി തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന സഹോദരങ്ങൾക്ക് അത് വേണ്ടതുപോലെ ചെയ്യുവാനോ അതിൽ നിന്ന് ആവശ്യത്തിന് ഉപജീവന മാർഗം ലഭിക്കുവാനോ കഴിയാത്ത വളരെ ഞെരുക്കമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരസ്പരം നമുക്ക് വിഭവങ്ങൾ പങ്കുവയ്ക്കുവാനും അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കുവാനും നാം പ്രത്യേകം ഈ ദിവസങ്ങളിൽ ഉത്സാഹിക്കേണ്ടതുണ്ട്. ദൈവം നമ്മെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായി കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കുന്നു. കൂട്ടായ്മകൾ ഇന്ന് ഒരുമിച്ച് കൂടുവാൻ സാധ്യമല്ലെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ പല പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈൻ മീഡിയയിലൂടെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടായ്മയ്ക്കുള്ള ഉപാധികൾ ഒരുക്കപ്പെട്ടിട്ടുള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു 10 വർഷം മുമ്പാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. നമുക്ക് പരസ്പരം ഒന്ന് ബന്ധപ്പെടുവാനുള്ള യാതൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഈവൻ ടെലിഫോൺ കോൾ, ഇപ്പോൾ നമ്മളുടെ സെൽഫോണിൽ നമ്മൾ വിളിക്കുന്നതൊക്കെ വളരെ ചീപ്പാണ്. എന്നാൽ അന്നൊക്കെ അത് എത്രയോ വിലപിടിപ്പുള്ളതായിരുന്നു. ഈ സാഹചര്യവും സാമ്പത്തികമായ ബുദ്ധിമുട്ടും അതിൻ്റെ കൂടെ അങ്ങനെയുള്ള വൻ ചെലവുകളും കൂടെ വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടാകുമായിരുന്നു. എന്നാൽ കർത്താവ് നമ്മളോട് കരുണ കാണിച്ച് കർത്താവിൻ്റെ ടൈമിംഗ് എല്ലാം വളരെ കറക്റ്റാണ്. ദൈവം കോപത്തിൽ കരുണ മറന്നു കളയുന്നവനല്ല. ദൈവം മനുഷ്യവർഗത്തോട് തൻ്റെ സകല സൃഷ്ടിയോടും കരുണ തോന്നുന്നവനാണെങ്കിൽ മനുഷ്യവർഗത്തോട് എത്രയധികം അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസഭയുടെ ഒരുക്കവുമായി ബന്ധപ്പെട്ടല്ലാതെ കർത്താവ് ഒരു കാര്യവും ഈ ചരിത്രത്തിൽ ചെയ്യുന്നില്ല, മനുഷ്യ സമൂഹത്തിൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ദൈവസഭ തങ്ങൾ ദൈവസന്നിധിയിൽ ഏത് അവസ്ഥയിലാകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ദൈവവചനം പരിശോധിക്കുകയും പൂർണ്ണമായ രൂപാന്തരത്തിനായി നാം വിധേയപ്പെടുവാൻ ഉത്സാഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഭൗമികമായ നേട്ടത്തിനുള്ള ഉപാധിയായി ആത്മീയതയെ ചുരുക്കാതെ നമ്മുടെ നിത്യജീവനായുള്ള ഒരുക്കത്തിനായി ദൈവം നിയമിച്ചിരിക്കുന്ന ഈ ഉപാധികളാണ് ആത്മീക ശുശ്രൂഷകൾ എന്നുള്ള തിരിച്ചറിവോടുകൂടെ നാം ഓരോരുത്തരും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളിവിടെ ബൈബിൾ ദൈവവചനം പറയുമ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് ഞങ്ങൾ ഇത് പറയുന്നത്. എനിക്കറിയാം ഭൗമികമായ വിഷയങ്ങളിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകി നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അതേ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭൗമിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി നിങ്ങൾ ആത്മീയ കാര്യങ്ങളെ കാണുവാൻ ഒരിക്കലും വശീകരിക്കപ്പെടരുത്. തീർച്ചയായിട്ടും നമ്മുടെ ഭൗമിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും. തീർച്ചയായിട്ടും ദൈവത്തിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ പോലും കർത്താവായ യഹോവയ്ക്കുള്ളവയാണ്. കർത്താവിൻ്റെ തിരുഹിതപ്രകാരവും കർത്താവിൻ്റെ പ്രസാദപ്രകാരവുമാണ് കർത്താവ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈവൻ മരണം പോലും ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയല്ല.
അവൻ വിശ്രമത്തിന് പോകലാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുക എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് അവൻ ഉയർത്തപ്പെടുന്ന അനുഭവമായിട്ടാണ് വിശുദ്ധ തിരുവെഴുത്തത് വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഏത് സാഹചര്യമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതെങ്കിലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നമുക്ക് നന്മയ്ക്കാണ് എന്നുള്ള വലിയ ഉറച്ച ബോധ്യത്തോടും കർത്താവിലുള്ള വിശ്വാസത്തോടും കൂടെ മുന്നേറുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങൾ ഈ ദൈവവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ആ ഒരു രൂപാന്തരവും നിത്യജീവനായുള്ള ഒരു ഒരുക്കവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ള വലിയ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ആ ആഗ്രഹത്തോടും കൂടെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഭൗമിക വിഷയങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭൗമിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുവാൻ സന്നദ്ധതയുള്ളവരാണ്. തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യും. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും, ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും. അത് ദൈവം തൻ്റെ ഹിതപ്രകാരമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യുന്നവരാണ്. പക്ഷേ എന്നാൽ ഞങ്ങളുടെ ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യം അതല്ല, നിത്യജീവനായുള്ള ഒരുക്കമാണ് നമ്മുടെ ശുശ്രൂഷയ്ക്കുള്ള ഞങ്ങളുടെ ശുശ്രൂഷയിലുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞൊരു ദിവസം ഒരു പ്രിയ സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ച്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു രോഗമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കുമോ, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അവരാണോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് അല്പസമയം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ ഭൗമികമായുള്ള രോഗത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ രോഗസൗഖ്യം അനുഭവിക്കുന്നവരും അത് വിശ്വസിക്കുന്നവരും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകർ രോഗസൗഖ്യം പ്രാപിച്ചിട്ടുള്ള അനുഭവം ഉള്ളവരുമാണ്. ഇന്നും ഞങ്ങളത് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ സഹോദര, അതല്ല ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും നിത്യജീവനായുള്ള ഒരുക്കമാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കാര്യങ്ങൾ അല്പം വിശദീകരിച്ചു കൊടുക്കുവാൻ ദൈവം അവസരം തന്നു. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ഈ വചനം പറയുമ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെയുള്ള ധാരണകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി അതൊന്ന് തിരുത്തുക. ഞങ്ങൾ ഭൗമിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നവരല്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളെ ഉപദേശിക്കുന്നവരുമാണ്. അതാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ സകലബുദ്ധിയും കവിഞ്ഞ് ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും എന്നാണല്ലോ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിച്ചാൽ എല്ലാ ആവശ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹം പോലെ നിവർത്തിച്ചു തരുമെന്ന് നല്ല അപ്പസ്തോലൻ പറയുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങളെ സകല ആശ്വാസം കൊണ്ട് നിറയ്ക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും, സകല ബുദ്ധിയെങ്കിലും ദൈവസമാധാനം കൊണ്ട് കാക്കുമെന്നാണ്. സ്തോത്രം. അതുകൊണ്ട് നിത്യജീവനായുള്ള ഒരുക്കത്തിനായി നിങ്ങൾ ഉത്സാഹിക്കണം. നമ്മൾ സകല ഉത്സാഹവും കഴിച്ച് അങ്ങനെ നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീനും തിരുവെഴുത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീനെന്ന് പറയുമ്പോൾ രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഉത്സാഹിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ രക്ഷയുടെ അനുഭവം പ്രാപിക്കുവാൻ പ്രവൃത്തി ഉപാധിയാണെന്ന് ആരും തെറ്റായി ധരിക്കരുത്. യാതൊരു ഉപാധിയും ഇല്ലാതെ തന്നെ സമ്പൂർണമായ വിശ്വാസത്തിൻ്റെ സമർപ്പണത്താലും വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിനാലും കർത്താവിനായി നമ്മളെ സമർപ്പിക്കുന്നതിനാലുമാണ് നാം രക്ഷയുടെ അനുഭവം പ്രാപിക്കുന്നത്. നാം നീതീകരിക്കപ്പെടും. അങ്ങനെ നീതീകരിക്കപ്പെട്ടയാൾ തുടർന്ന് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നാം രക്ഷയുടെ രണ്ടാം ഘട്ടത്തിൽ വിശുദ്ധീകരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ ശ്രദ്ധ ആവശ്യമുള്ളത്. ഇതാണ് നമ്മൾ റോമാലേഖനം 12-ാമത്തെ അധ്യായമാണല്ലോ ചിന്തിക്കുന്നത്. 3-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. അത് 1-2 വാക്യങ്ങളിൽ ഒരു തുടർന്ന് പറയുന്ന പ്രബോധനത്തിൻ്റെ ഒരു സം ടോട്ടൽ, അതിൻ്റെ ഒരു രത്ന ചുരുക്കം 1-2 വാക്യങ്ങളിൽ പറഞ്ഞു. ആ 1-2 വാക്യങ്ങളിൽ പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണം, പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട വിശദീകരണമാണ് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന് അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാൻ ആവശ്യമുള്ള ഒരു തിരുവചന ഭാഗമാണിത്. അവിടെ നമ്മൾ കാണുന്നത് ഭാവിക്കരുത്, ഭാവിച്ചുയരരുത്, ഭാവിക്കണം. ഭാവിച്ചുയരരുത്, ഭാവിക്കണം. നമ്മൾ അവിടെ അതിന് ഭാവിക്കുക എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം ഫ്രൊനെയിൻ എന്നാണ്. ഫ്രൊനെയിൻ.
ഫ്രൊനെയിൻ എന്ന് പറയുന്നത് ആന്തരികവും ബാഹ്യവുമായ നമ്മളുടെ പെരുമാറ്റത്തെയും നമ്മുടെ മനോഭാവത്തെയും സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക പദമാണ്. ആന്തരികമായും ബാഹ്യമായും. ചില ആളുകൾ പറയാറുണ്ട് ദൈവം പുറമേ ഉള്ളതൊന്ന് നോക്കുന്നത്, ദൈവം അകമേ നോക്കുന്നുള്ളത്. അങ്ങനല്ല. അകം പരമാർത്ഥമായും ദൈവപ്രസാദമുള്ള ഒരു നിലയിൽ രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ബാഹ്യമായും പ്രകടമാകും. നമ്മൾ ചിന്തിച്ചതാണല്ലോ, പുതുക്കപ്പെട്ട മനസ്സും സമർപ്പിക്കപ്പെട്ട ശരീരവും. പുതുക്കപ്പെട്ട മനസ്സുണ്ടെങ്കിൽ ശരീരം സമർപ്പിക്കപ്പെടും. അങ്ങനെ ദൈവപ്രസാദത്തിനായി ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ ആരാധന എന്ന് നമ്മൾ കണ്ടു. ആ ആരാധന എന്നുള്ളതിൽ നമ്മൾ പ്രായോഗികമായി എന്തൊക്കെ ചെയ്യണമെന്നുള്ള, ഒന്ന്, ഭാവിച്ചുയരരുത്, ഭാവിക്കണം. നമുക്കറിയാം, ഫ്രൊനെയിൻ, ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ആന്തരികവും ബാഹ്യവുമായുള്ള നമ്മളുടെ പെരുമാറ്റവും നമ്മുടെ അവസ്ഥയും, ആന്തരികമായുള്ള അവസ്ഥയും ബാഹ്യമായുള്ള നമ്മളുടെ പെരുമാറ്റവും. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരിക്കലും ഒരു വ്യാജമായ കപടഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നില്ല. വ്യാജഭാവം പോലും നമ്മളിൽ ഉണ്ടാകരുതെന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ പ്രബോധനം. അപ്പോൾ ആന്തരികമായി ഒരു നിലയിലായിരിക്കുന്നെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായ നിലയിൽ അവന് ബാഹ്യമായി പെരുമാറുവാൻ കഴിയും. ഒരിക്കലും അങ്ങനെയുള്ള ഒരു കപടഭാവം, കപടമായ പെരുമാറ്റം നമുക്ക് ഭൂഷണമല്ല. കാരണം ദൈവം ഹൃദയങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ആന്തരിക അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആന്തരിക അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാഹ്യമായുള്ള നമ്മളുടെ ആ പെരുമാറ്റം ആന്തരിക അവസ്ഥയുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ലെങ്കിൽ അവിടെയാണ് കപടഭാവം, ഹിപ്പോക്രസി. ഒരിക്കലും നമ്മളിൽ അങ്ങനെ ഉണ്ടാകരുതെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് നോക്കട്ടെ. അപ്പോൾ ഭാവിക്കുക എന്ന് പറയുന്നത് ആന്തരികവും ബാഹ്യവുമായുള്ള നമ്മളുടെ അവസ്ഥയെയും പെരുമാറ്റത്തെയും സൂചിപ്പിക്കുന്നു. ഭാവിക്കരുത്, ഭാവിക്കണം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഭാവിക്കരുത് എന്ന് പറയുന്നത്? ഭാവിച്ച് ഉയരരുത്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും നമ്മൾ ആരാണെന്നതിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ഉത്ബോധമുണ്ടായിരിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റം നമ്മളിൽ ഉണ്ടാകുകയും ചെയ്യണം. നാം സ്വയം ഉയരുവാനായി ശ്രമിക്കുന്നവരാകരുത്. നമ്മുടെ പെരുമാറ്റം ധാർഷ്ട്യഭാവത്തിലും സ്വാർത്ഥപരമായതും വല്ലവിധേനയും എനിക്ക് വളരണം, ഉയരണം, വലുതാകണം, എനിക്ക് കേമനാകണം എന്ന നിലയിലുമാകരുത്. ഈവൻ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ പോലും എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ വളരണം. നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ നിവർത്തിക്കുവാനുള്ള കൃപ ദൈവമേ നീ എനിക്ക് തരണം. അതിൽ നാം വിശ്വസ്തരായിരിക്കുമ്പോൾ അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കും. പക്ഷേ അധികത്തിന് വിചാരകനാകാൻ വേണ്ടി വിശ്വസ്തനായിരിക്കുകയല്ല, വിശ്വസ്തനായിരിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ തത്വം. ഞാൻ അതനുസരിച്ച് വിശ്വസ്തനായിരിക്കുന്നു. അപ്പോൾ അല്പമേ എനിക്ക് ഉള്ളൂ, അതിൽ ഞാൻ വിശ്വസ്തനായിരിക്കുന്നു. ഒരു അല്പത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കുമ്പോൾ ദൈവം എന്നെ അധികത്തിന് വിചാരകനാക്കും. അല്ലാതെ എനിക്ക് അധികത്തിന് വിചാരകനാകണമെന്നുള്ള ഭാവത്തോടുകൂടെ വിശ്വസ്തനായിരിക്കുക എന്ന് പറയുന്നത് കപടഭാവമായി പോകും. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ നമ്മൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. അപ്പോൾ ഭാവിക്കേണ്ടതിനും ഇതെ ഭാവിച്ചു വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും എപ്പോഴും അച്ഛാജി, ബാബുജി, ആൻജി, ബാബുജി, യെസ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണമെന്നല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ സൗമ്യതയുള്ളവരായിരിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഉദാഹരണം തിരുവെഴുത്തിൽ ചൂണ്ടിക്കാണിക്കാം. മോശയെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം, അവിടെ തൻ്റെ സഹോദരി മിരിയാമും മറ്റും അവൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച്, അവൻ്റെ ഭാര്യ
കൂശ്യ സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി നിറം കുറഞ്ഞ ആളുമല്ലോ ആയിരുന്നിരിക്കാം. കൂശ്യ സ്ത്രീയാണ്, അത് നിമിത്തം പിറുപിറുത്തു, പരാതി പറഞ്ഞു, നാത്തൂം പോരെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അത് ഇക്കാലത്തില്ലെങ്കിൽ വന്ന് അവിടെ ഉണ്ടായി. അത് അപ്പോൾ ആ സാഹചര്യം ഉണ്ടായപ്പോൾ മോശ അത് വളരെ സൗമ്യതയോടെ എടുത്തു. സ്വന്തം കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ, തൻ്റെ ആളത്വത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത് നിസ്സാരമായി കണ്ടു. അതിന് വലിയ ഗൗരവം കൊടുക്കാതെ അതിലേറ്റവും സൗമ്യതയോടെ മോശ പെരുമാറിയത്. എന്നാൽ അതേസമയം ഈ അതിസൗമ്യനായ മോശയെ നിങ്ങളൊന്ന് കാണണം. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 6 മുതൽ 8 വരെ അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം മോശ ഫറവോനോട് സംസാരിക്കുന്ന ഒരു രംഗം അവിടെയുണ്ട്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ മോശ ഫറവോനോട് സംസാരിക്കുക. ഫറവോൻ പല പ്രാവശ്യം അവൻ്റെ വാക്കുമാറ്റി ഒടുവിൽ മോശയോട് പറയുക, അതെ ഇനി നീ എൻ്റെ മുഖം 10-ാമത്തെ 28-ാമത്തെ വാക്യം കണ്ടോ, ഇനി എൻ്റെ മുഖം കാണാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക, എൻ്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കും എന്ന് പറയുക എന്ന് പറഞ്ഞതിന് മോശ എന്ത് പറയുന്നു, നീ പറഞ്ഞതുപോലെ ആകട്ടെ, ഞാനിനി നിൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. കേട്ടോ, സൗമ്യന. അയ്യോ, രാജ മുഖം കണ്ടുപോകരുത്, പൊയ്ക്കോ എന്ന് പറഞ്ഞു. പക്ഷേ സ്തോത്രം, അതിൻ്റെ താഴോട്ട് 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ 6 മുതൽ 8 വരെ വായിക്കുമ്പോൾ മോശ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. മിസ്രയീം ദേശത്തെങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേലർക്കും മധ്യ വ്യത്യാസം വച്ചിരിക്കുന്നു. നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായി പോലും നാവ് അനക്കുകയില്ല. അപ്പോൾ നിന്റെ ഈ സകല ഭൃത്യന്മാരും, ചുറ്റും നിൽക്കുന്നവരെ ചൂണ്ടിക്കൊണ്ട്, ഈ സകല ഭൃത്യന്മാരും കൂടെ നീയും നിൻ്റെ കീഴിലിരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും. അതിൻ്റെ ശേഷം ഞാൻ പുറപ്പെടും. അടുത്ത കണ്ടോ, അങ്ങനെ അവൻ ഉഗ്ര കോപത്തോടെ ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി. ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ, തൻ്റെ ജനത്തിൻ്റെ പരിപാലനം സംബന്ധിച്ച് വരുമ്പോൾ, ദൈവപ്രവൃത്തിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരുമ്പോൾ, സ്തോത്രം, അതാണ് പ്രവാചകന്മാർ പലരും പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരുമുണ്ടാകുകയില്ല. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നു, സകല അഹങ്കാരികളും ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. എന്തോ വാക്കുകളാ! അവരാണ് ഭാവിച്ചുയരാതെ, പക്ഷേ അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിലയിൽ അവർ വിശ്വസ്തരായിരിക്കുന്നു. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ വിശ്വസ്തരായിരിക്കണം. പിന്നെയും നമ്മൾ ഈ മോശയെ തന്നെ കാണുമ്പോൾ തന്നെ പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ആ മോശയെ തന്നെ പിന്നെ ഒന്നുകൂടെ കാണണം. പർവ്വതത്തിൽ നിന്ന് ദൈവം തൻ്റെ തൃക്കൈ കൊണ്ട് തിരുവിരലുകൾ കൊണ്ട് എഴുതിയിരുന്ന കൽപ്പനകളുമായി ഇറങ്ങി വരുന്ന മോശയെ ജനം കെട്ടഴിഞ്ഞവരായി, അതേ കൽപ്പനാലംഘനം നടത്തിയവരായി കണ്ടപ്പോൾ മോശ പറയുന്ന ചില വാക്കുകളുണ്ട്. 32-ന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. നോക്കണം, ഒരു ആത്മീയവിഷയത്തിൽ പ്രശ്നം വന്നപ്പോൾ മോശ വളരെ ഗൗരവത്തോടുകൂടി പെരുമാറുകയാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്, പക്ഷേ സുബോധമാകുമ്പോൾ ഭാവിക്കണം. നമ്മൾ ആരാണെന്ന് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, പ്രമാണം ബലി കഴിച്ചൊരു വിട്ടുവീഴ്ചയ്ക്ക് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തിന് നേരെ കണ്ണടച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതാണ് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത്, പക്ഷേ സുബോധമാകും വണ്ണം ഭാവിക്കണം. സ്തോത്രം. നമ്മൾ ആരാണ്? സുബോധമാകും വണ്ണം ഭാവിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണെന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. നമ്മൾ ആരാണ്? നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി തീർന്ന, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ജനമാണ്. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. എന്നാൽ നമ്മളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നാം അപഹസിക്കപ്പെടുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ മാനത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുന്നവരാകരുത്.
ശണ്ട കൂടുന്നവരാകരുത്, തർക്കിക്കുന്നവരാകരുത്. നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവനുണ്ട്, അവൻ നമ്മുടെ കർത്താവാണ്. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ കാര്യം എനിക്ക് പ്രധാനമല്ല. ഞാൻ ദൈവനാമത്തിൽ അപമാനിക്കപ്പെടുന്നെങ്കിൽ അപമാനിക്കപ്പെട്ടോട്ടെ. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഞാൻ എന്നെ തന്നെ നിലനിർത്തും. എൻ്റെ പെരുമാറ്റം ഒരു ദൈവപൈതൽ എന്ന നിലയ്ക്ക് യോഗ്യമായതായിരിക്കും. ആന്തരികമായും ബാഹ്യമായും അങ്ങനെ തന്നെ ആയിരിക്കും. പല ആളുകളും ലോകത്തെ ഭയന്നാണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അവഗണിക്കുന്നത്. ഒരിക്കലും നമ്മൾ ആ ഭോഷത്വം ചെയ്യുന്നവരാകരുത്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്, പക്ഷേ സുബോധമാവണ്ണം ഭാവിക്കണം. നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. ഒരു ഭക്തൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് വീണ്ടും ജനിച്ച് ഒരു ദൈവപൈതലായ തൻ്റെ ലേറ്റ് ടീനേജറായ മകനോട് അവന് കൂട്ടുകാരുടെ കൂടി ഒരു പിക്നിക്കിന് പോവുകയാണ്. ഒരാഴ്ചത്തേക്ക് അവരൊരു പിക്നിക്കിന് പോവുക. കൂട്ടുകാരെല്ലാം ലോക മനുഷ്യർ, അവർ രക്ഷിക്കപ്പെടാത്തവരൊക്കെ ഒത്തിരി പേര് അതിനകത്തുണ്ട്. എന്നാൽ വീണ്ടും ജന്മം പ്രാപിച്ച ഈ തൻ്റെ മകൻ ലേറ്റ് ടീനേജറാണ്. നല്ല ചുറുചുറുക്കുള്ള കാലം, നല്ല ചോരത്തിളപ്പുള്ള കാലം, ആവേശമുള്ള കാലം, സാഹസികതയ്ക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്ന പ്രായം. അവൻ പോകാൻ നേരത്ത് അവനെ പ്രാർത്ഥിച്ച് അയക്കുമ്പോൾ ആ പിതാവ് ഇങ്ങനെ പറഞ്ഞു, മൈൻഡ് ഹൂ യു ആർ. നീ ഓർത്തോണം നീ ആരാണെന്ന്. നീ ആരാണെന്ന് നീ ഓർത്തോണം. പോ മോനെ, നീ ആരാണെന്ന് നീ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞാൽ നീ വീണ്ടും ജനിച്ച് ഒരു ദൈവ പൈതലാണ്. നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. നീ ആരാണെന്ന് നീ ഓർത്തുകൊള്ളണം. ഇതാണ് സുബോധമാകും വണ്ണം ഭാവികം. സുബോധത്തോടെ ഞാൻ ആരാണ്? Who am I? I am a born again child of God. I have committed myself to the Lord. ഞാൻ കർത്താവിനായി എന്നെ സാങ്ക്ടിഫൈ ചെയ്തു. ഞാൻ എന്നെ തന്നെ വേർതിരിച്ച് സമർപ്പിച്ചവനാണ്. ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്. ആ ഒരു തികഞ്ഞ ബോധ്യം, അതാണ് സുബോധമാകും വണ്ണം ഭാവിക്കണം. അപ്പോൾ സുബോധമാകും വണ്ണം ഭാവിക്കണം എന്ന് പറയുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താ? ഈ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് പറയുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്? ആ സ്റ്റാൻഡേർഡാണ് ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ. ഇത് വളരെ ശ്രദ്ധിക്കുവാൻ ആവശ്യമുള്ള ഒരു ഭാഗമാണ്. ഈ വിശ്വാസം എന്ന് പറയുന്ന വാക്ക് വിവിധ അർത്ഥങ്ങളിൽ വിശുദ്ധ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പൊതുവേ നമ്മൾ അതൊക്കെ ഒരു വിശ്വാസമല്ലേ എന്ന് പറയുമ്പോൾ അതൊരു സങ്കല്പമല്ലേ? മനോമണ്ഡലത്തിൽ ഇല്ലാത്തതൊന്ന് ഉള്ളതുപോലെ ഉറപ്പായി അങ്ങനെ ഭാവിക്കുന്ന, അല്ലെങ്കിൽ ഉറപ്പായി അങ്ങനെ അങ്ങ് ചിന്തിക്കുന്ന ഒരു നിലയെ ചില ആളുകൾ വിശ്വാസം എന്ന് പറയാറുണ്ട്. അതിനകത്ത് തെറ്റൊന്നുമില്ല. നമ്മൾ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതതിൻ്റെ ഒരു ചെറിയ ആശയമേ ആയുള്ളൂ. എന്നാൽ വിശ്വാസം വസ്തുതയിലല്ല. പ്രധാനമായും വിശ്വാസം ഒരു വ്യക്തിയിലാണ്. വിശ്വാസമാണ് നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനം. വിശ്വാസമാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ ഓൾറെഡി കണ്ടു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ ദൈവത്തിലുള്ള ആ ബന്ധമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മെ സ്നേഹിക്കുന്നവനും സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും മാറ്റം വരാത്തവനും ജീവൻ തന്നെ സ്നേഹിച്ചവനും നന്മ മാത്രം ചെയ്യുന്നവനും ഒരിക്കലും തെറ്റു പറ്റാത്തവനും മാറ്റം വരാത്തവനും. ഹല്ലേലൂയ. അങ്ങനെയുള്ള എൻ്റെ സ്വർഗീയ പിതാവ്, അവനെ ഞാൻ 100% വിശ്വസിക്കുന്നു. ആ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഉൾബോധ്യം, ആ കൺവിക്ഷൻ, നമുക്ക് ഉറപ്പായുള്ള ആ ഉൾബോധ്യത്തിൽ നിന്ന് ദൈവത്തോട് നമ്മളെ ആ ബന്ധമാണ്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഏത് സാഹചര്യമായാലും എന്നെ കൈവിടാത്തവനും എന്നെ കരുതുന്നവനും ഒരിക്കലും ഒരു തിന്മ ചെയ്യാത്തവനും ഒരിക്കലും ഒരു തെറ്റു പറ്റാത്തവനും ഒരിക്കലും മാറ്റം വരാത്തവനും. സ്തോത്രം. അങ്ങനെയുള്ള എൻ്റെ സ്വർഗീയ പിതാവിനെ എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. ആ ബന്ധമാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അടുത്ത ഒന്ന് ഇതിലെ ആ ആശയം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം പക്ഷപാതപരമായി ഓരോരുത്തരും കുറേശ്ശെ കുറേ വിശ്വാസം ഇങ്ങനെ പറഞ്ഞ് പങ്കിട്ട് കൊടുത്തു എന്നുള്ള ആശയം വരത്തക്കതുപോലെയാണ് ഈ മലയാളം തർജ്ജമ കിടക്കുന്നത്. എന്നാൽ ഗ്രീക്കിൽ അവിടെ വിശ്വാസത്തിൻ്റെ അളവ് എന്നുള്ളതിന് പറഞ്ഞിരിക്കുന്നത് മെട്രോൺ എന്നുള്ളൊരു പദമാണ്. മെട്രോൺ എന്നുള്ള പദം അളന്ന് കിട്ടുന്നത് എന്നതിനേക്കാൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന ആശയമാണ്.
മെട്രോൺ അത് അളവുകോൽ എന്ന ആശയമാണ്. ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ എന്ന് പറയുമ്പോൾ ഓരോരുത്തരെന്ന് പറയുമ്പോൾ ടു ഈച്ച് ആൻഡ് ഓൾ, ഓരോരുത്തരും എന്നാൽ എല്ലാവർക്കും, ടു ഈച്ച് ആൻഡ് ഓൾ. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ ഒരു സമൂഹമായുള്ളൊരു ബന്ധമല്ല ദൈവത്തിന് നമ്മളോട് ഉള്ളത്. ഒരു സമൂഹമായുള്ളൊരു കേവല ബന്ധം പോരാ, അതല്ല. ദൈവത്തിന് ഓരോരുത്തരോടും ബന്ധമുണ്ട്. സ്തോത്രം. കർത്താവ് ഓരോരുത്തർക്കു വേണ്ടിയുമാണ് മരിച്ചത്. കർത്താവ് ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. കർത്താവ് ഓരോരുത്തരെക്കുറിച്ചും കരുതലുള്ളവനാണ്. അതാണ് ഓരോരുത്തനെ കരുതുന്ന ദൈവം. ഓരോരുത്തരും തൻ്റെ പ്രമാണം നൽകിയിട്ടുണ്ട്, അളവുകോൽ കൊടുത്തിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ അളവുകോൽ നോക്കണേ. വിശ്വാസത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ അളവുകോൽ ഓരോരുത്തരും നൽകിയിട്ടുള്ളതുപോലെ എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണം ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളതുപോലെ. നോക്കണേ, അന്ന് എഴുതപ്പെട്ട ദൈവവചനം അന്ന് അവൈലബിൾ ആയിരുന്നില്ല. എഴുതപ്പെട്ട ദൈവവചനം അന്ന് എല്ലാവർക്കും ലഭിച്ചിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേലും പകരപ്പെടുകയും ഓരോരുത്തരും ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയിലെ അംഗമായിരിക്കുകയും അവർക്ക് ഓരോരുത്തർക്കും ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് ശുശ്രൂഷക വൃന്ദത്തെ ദൈവം നിയമിച്ചാക്കുകയും അങ്ങനെ സ്തോത്രം അവർക്ക് ദൈവഹിതത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഉൾബോധ്യം ലഭിക്കത്തക്കതുപോലെ ക്രമീകരണം ദൈവം ഏത് കാലത്തും ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്തിരുന്നു. ഇന്നും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഓരോരുത്തർക്കും വിശ്വാസത്തിൻ്റെ അളവുകോൽ ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവും ഒരു ഉത്ബോധവും നമുക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ അളവുകോൽ ഓരോരുത്തരും പങ്കിട്ട് കൊടുത്തു. അതിൻ്റെ മറ്റൊരാശയമുള്ളത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇന്ന് സമയം പോയല്ലോ, ഞാനതുകൊണ്ട് ആ വിശദീകരണത്തിനായി പോകുന്നില്ല. രക്ഷയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അളവുകോൽ കൊടുത്തിരിക്കുന്നു. എന്താ വിശ്വാസത്തിൻ്റെ അളവുകോൽ? യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമുക്ക് പകരക്കാരനായി മരിച്ചു. ഞാൻ പാപിയും നഷ്ടപ്പെട്ടവനും സ്വയനീതിയാൽ, എൻ്റെ കർമ്മങ്ങളാൽ, സൽപ്രവൃത്തികളാൽ, പാരമ്പര്യങ്ങളായുള്ള എന്തെങ്കിലും നടപടികളാൽ രക്ഷിക്കപ്പെടുവാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയിലായവരുമായിരുന്നു. പാപത്തിന് മുമ്പിൽ ഞാൻ ബലഹീനനായിരുന്നു. എനിക്ക് പാപത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ, പാപത്തിന് മുമ്പിൽ ഞാനൊരു അടിമയെപ്പോലെ അറിയാതെ ആഗ്രഹിക്കാത്ത ചെയ്തു പോരുന്നവനായിരുന്നു. ദൈവനീതിയുടെ മുമ്പാകെ അതിനേക്കാൾ ഞാൻ നിസ്സഹായനായിരുന്നു. ഇത് ചെയ്യുന്നവനെതിനാൽ ജീവിക്കും. നോക്കണേ, ദൈവത്തിൽ അകന്നിരുന്ന എന്നെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന പ്രമാണത്തിന് മുമ്പിൽ ഞാൻ നിസ്സഹായനാണ്, കഴിവില്ലാത്തവനാണ്. ഞാൻ അങ്ങനെ നഷ്ടപ്പെട്ടവനായി മരണഭീതിയോടുകൂടി മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അതുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും എന്നൊരു ബോധമില്ല. അതിനെന്ത് ചെയ്യണമെന്ന് പോലും ഒരു തിരിച്ചറിവില്ല. അങ്ങനെ നിസ്സഹായ സ്ഥിതിയിലായിരുന്നപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തിൻ്റെ കുറ്റം തൻ്റെ മേലേറ്റെടുത്ത് എനിക്ക് പകരം മരിച്ചു. സ്തോത്രം. യേശുവിൻ്റെ മരണം എൻ്റെ മരണമാണ്. അതാണ് വിശ്വാസത്തിൻ്റെ അളവുകോൽ. യേശുവിൻ്റെ മരണം എൻ്റെ മരണമെന്ന് അംഗീകരിക്കുകയും കർത്താവിനായി സമർപ്പിക്കുകയും ചെയ്യുന്നവന് സ്തോത്രം. അതെല്ലാവർക്കും ഒരുപോലെയാണ് ആ വിശ്വാസം. സ്തോത്രം. അത് പ്രിയപ്പെട്ടവർ നമ്മൾ ഓർക്കണം. അവൻ എനിക്ക് പകരം മരിച്ചതിനാൽ ഞാൻ അവനോടുകൂടെ മരിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയിൽ ജീവിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ അളവുകോൽ എല്ലാവർക്കും ഒരുപോലെയാണ്. എല്ലാവർക്കും പങ്കിട്ട് കൊടുത്തിരിക്കുക. എല്ലാവർക്കുമായി ദൈവം നൽകിയിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാന അർത്ഥം. എല്ലാവരും ഉൾക്കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതെ, ആ മനോഭാവം, ആ ബോധ്യത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങൾ ആരാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഏറ്റവും സുബോധത്തോടെ ഞങ്ങൾ തിരുമേനിക്കായി സമർപ്പിക്കപ്പെട്ട വീണ്ടും ജനിച്ച് സ്വർഗീയന്മാരായി തീർന്ന വിശുദ്ധന്മാരാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഞങ്ങളുടെ മുഴു ജീവിതവും ക്രമീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. അങ്ങനെ അങ്ങയ്ക്കായി സമർപ്പിക്കപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും നൽകുവാൻ അങ്ങന്ന് വിശ്വസ്തനായി കരുതുന്ന സ്നേഹമുള്ള സ്വർഗപിതാവായി ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുള്ള ബോധ്യത്തോടുകൂടി കർത്താവ് ആത്മധൈര്യത്തോടെ ജീവിക്കാൻ കൃപ നൽകണം. എൻ്റെ സഹോദരങ്ങളെല്ലാം അനുഗ്രഹിക്കണം. അതിനുള്ള ബോധ്യം എല്ലാവർക്കും നൽകണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ പ്രാർത്ഥന അങ്ങന്ന് കേൾക്കണമേ. ആമേൻ.